പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മുടെ സഭയുടെ പേര് ബ്ലസ് എമിറേറ്റ്സ് എന്നല്ലേ. ഇന്ന് പകൽ ദുബായിലുള്ള ബ്ലസ് എമിറേറ്റ്സ് എന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ പാസ്റ്റർ ബിജു മാരമൺ പാസ്റ്റർ ആയിരിക്കുന്ന ഈ സഭയിൽ കടന്നു വരുവാനും ദൈവത്തിന്റെ വചനം സംസാരിപ്പാനും കർത്താവ് ഒരു അവസരം തന്നിരിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. കാലം ഈ സഭയിൽ ഇങ്ങനെ വന്ന് ഒരു വചന പ്രസംഗം നടത്താൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. എന്നാൽ അങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവമാണ് തന്നത് എന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ പറഞ്ഞ് സമയം കളയാനില്ല, കാരണം 6:15 എനിക്ക് നിർത്തണം. നമുക്ക് വളരെ നിങ്ങളെല്ലാവരും വേദോസ്തം എടുക്കണം. നിങ്ങളെല്ലാവരും ഇന്ന് പകൽക്കാലം വേദോസ്തം എടുക്കണം. ഇതൊരു പ്രസംഗമല്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ടീച്ചിങ്ങിലോട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളത് കേട്ടില്ലെങ്കിൽ 8 മണിയാകുമ്പോൾ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം, കാരണം നിങ്ങൾക്കത് ഓർമ്മ നിൽക്കത്തില്ല. ഞാൻ വെളിപ്പാട് പുസ്തകമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു വെളിപ്പാട് പുസ്തകം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ പറയും ഞാനൊരു ദുരുപദേശകനാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വചനം പറഞ്ഞ് തന്നെ കൃത്യമായി പറയും. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങൾ എഴുതുകയും ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾ മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ആ മനോഹരമായ ആലയം കാണിക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങൾ യേശു കണ്ടു. അവര് കണ്ടത് കല്ല് മാത്രമാ, ഹല്ലേലൂയ. അവര് കണ്ടത് ആലയം മാത്രമാ. എന്നാൽ അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് യേശു കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ അവസാനം വരെ അറിയാവുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഈ യോഗത്തിന്റെ നടുക്ക് വന്നിട്ടുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ല് ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോ കർത്താവ് പറയുക, നീ കാണുന്നതെല്ലാം പോവും, ഇതെല്ലാം തകർന്നു പോകും. അവരുടെ നെഞ്ച് ഇടിച്ചു പോയി കാണും, തകർന്നു പോയി അവരുടെ മനസ്സുകൊണ്ട്. കാരണം യഹൂദനാ, ആലയം എന്ന് പറയുന്നത് അവരുടെ ജീവന്റെ ജീവനാ. അവരതിനു വേണ്ടി എന്തും ചെയ്യും. അപ്പോഴാ പറയുന്നത്, മക്കളെ ഇതൊന്നും കാണത്തില്ല, ഇതെല്ലാം പോകും, ഇതെല്ലാം ഇല്ലാതായി പോകും. അപ്പോഴാണ് അത് അവരുടെ മനസ്സിൽ കിടന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അപ്പൊ പബ്ലിക് നിൽക്കുമ്പോൾ ചോദിക്കത്തില്ല, ഈ രഹസ്യമായ കാര്യങ്ങളൊക്കെ അവര് കർത്താവ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ചോദിക്കുന്നത്. അപ്പോൾ അവര് പറഞ്ഞു, അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര ചോദ്യമുണ്ട് അവിടെ? നിങ്ങൾ പറഞ്ഞോ, എത്ര ചോദ്യമുണ്ട്? 3 ചോദ്യമുണ്ട്. ഒന്ന്, ഇതെപ്പോൾ ഇടിഞ്ഞു പോകും. രണ്ടാമത്തെ, നിന്റെ വരവ്. മൂന്നാമത്തെ, ലോകാവസാനം. അങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ യേശു അതിന് ഉത്തരം പറയുകയാണ്. അപ്പൊ 3 കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന്, യേശുവിന്റെ വരവ്. യേശുവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ടീച്ചിങ്സ് ഉണ്ട്. പല സഭകളിലും പല ടീച്ചിങ് ആണ്. കത്തോലിക്ക സഭയുടെ ടീച്ചിങ് അല്ല പെന്തക്കോസ്ത് സഭയുടെ ടീച്ചിങ്. ബ്രദർ സഭയുടെയും പെന്തക്കോസ്തുകാരുടെ ടീച്ചിങ് ഏകദേശം ഒന്നാണ്. ഓർത്തഡോക്സ് കത്തോലിക്കരുടെയൊക്കെ മറ്റൊരു തരത്തിലുള്ള ടീച്ചിങ് ആണ്. അങ്ങനെ പല ടീച്ചിങ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം പെട്ടെന്ന്. ഒന്ന്, പ്രീ ട്രിബുലേഷൻ, അതായത് മഹോപദ്രവം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസഭയിൽ എടുക്കപ്പെടും. ഇതാണ് പെന്തക്കോസ്ത് സഭകളും ബ്രദർ സഭകളും ഒക്കെ പല സഭകളും പഠിപ്പിക്കുന്നത്. പിന്നൊന്ന്, മിഡ് ട്രിബുലേഷൻ, നടുക്ക് വെച്ച് എടുത്തോണ്ട് പോകും. 3.5 വർഷം, 7 വർഷം ഉണ്ടെങ്കിൽ അതിന്റെ 3.5 വർഷം ആകുമ്പം ദൈവസഭ എടുക്കപ്പെടും. മൂന്നാമത് ഉള്ളത് പോസ്റ്റ് ട്രിബുലേഷൻ ആണ്. അതായത് കഷ്ടം കഴിയുമ്പോൾ ഏറ്റവും അവസാനം യേശു വരുന്ന വഴിക്ക് നമ്മളെ എടുക്കുന്നു, കൂടെ ഒലിവുമലയിൽ നമ്മൾ വന്നിറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. 4ാമതൊരെണ്ണമുണ്ട്, അതിന് പറയുന്നത് പ്രീ റാത്ത് എന്നാണ്. അതായത് കഷ്ടമുണ്ട്, പിന്നെ താങ്ങാൻ കഴിയാത്ത കഷ്ടമുണ്ട്. അതിനെ ചില ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. കഴുകി പറയുന്നുണ്ട്, ഇനി വരാനുള്ള കഷ്ടം നിമിത്തം ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം. അപ്പം മഹാകഷ്ടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം മഹോദ്രവം എന്ന് പറയാൻ പറ്റില്ല. അവസാനത്തെ സമയമാണ് മഹോദ്രവം എന്ന് പറയുന്നത്. ആദ്യത്തെ കുറച്ചു കാലം താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഈ സഹിക്കാവുന്ന കഷ്ടം കഴിയുമ്പോൾ എടുക്കുന്നതിനെയാണ് പറയുന്നത് പ്രീ റാത്ത് എന്ന് പറയും. അങ്ങനെ 4 രീതിയിലുള്ള ടീച്ചിങ് ഉണ്ട്. ഞാൻ ഇതിലൊന്നും തൊടാൻ പോകുന്നില്ല. ഞാൻ വേദപുസ്തകം എന്ത് പറയുന്നു, യേശു എന്ത് പറയുന്നു എന്ന് ഞാൻ പഠിക്കുവാൻ നോക്കിയതനുസരിച്ച് എനിക്ക് എന്ത് വെളിപ്പെട്ട് കിട്ടിയോ അത് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇതിലേതാ വിശ്വസിക്കുന്നത്? പ്രീ ട്രിബുലേഷൻ ആണോ, മിഡ് ട്രിബുലേഷൻ ആണോ, പോസ്റ്റ് ട്രിബുലേഷൻ ആണോ, പ്രീ റാത്ത് ആണോ? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? പ്രീ ട്രിബുലേഷൻ നിങ്ങൾ വിശ്വസിക്കുന്നത്? സ്തോത്രം.
കാരണം നമുക്ക് സന്തോഷം, അത് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന വരുമ്പോൾ പോകാമല്ലോ. ഹല്ലേലൂയ. ഞാനും ഇങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. ഞാൻ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മളില്ലാത്തത് കൊണ്ട് ഇല്ലാത്തൊരു കാര്യം ഞാൻ പഠിക്കേണ്ട ഒരു കാര്യമില്ല. അതിനുവേണ്ടി 2 വായിച്ചാലൊട്ട് മനസ്സിലാകത്തില്ല. എത്ര വായിച്ചാലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് അവോയ്ഡ് ചെയ്ത പുസ്തകമാണ്. മൂന്നാമത് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. എന്തുവാ? കൂട്ടി പറഞ്ഞ പ്രശ്നം, കുറച്ച് പറഞ്ഞ പ്രശ്നം അല്ലേ? 22-ന്റെ 18-ഉം 19-ഉം ആണെന്ന് തോന്നുന്നു അല്ലേ? അതിലെന്താ എഴുതിയിരിക്കുന്നത്? 22-ന്റെ 18-ഉം 19-ഉം അല്ലേ? ഒന്ന് വായിച്ചു. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ആമേൻ. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ചുരുക്കം പറഞ്ഞാൽ 8-ന്റെ പണിയാണ് ഈ പുസ്തകത്തിൽ തൊട്ടാ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതില് ആവശ്യമില്ലാതെ കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന രക്ഷ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ തൊടാതിരിക്കാനായിട്ട് ഞാൻ ഒരുപാട് നോക്കി. പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പഠിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ, അതായത് ഞാന് കർത്താവിന്റെ ദാസൻ, നിങ്ങൾ കേട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, സാധു സുന്ദർ ശെൽവരാജ് എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹം തന്റെ മെസ്സേജിൽ പറഞ്ഞ ഒരു കാര്യം, യേശു എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു, ഇവര് പഠിപ്പിക്കുന്ന എല്ലാം തെറ്റാണ്. ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. കാരണം ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, എങ്ങനെയും ഇവൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാ പറയുന്നത്, ഇല്ല, അവനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോഴാണ് എന്റെ നെഞ്ചിൽ കൂടെ ഇടിവാള് വെട്ടി. മരിക്കുന്നതൊന്നും പ്രശ്നമൊന്നുമല്ല, സ്വന്തം കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ ഞാൻ പേടിച്ചു പോയത് എന്റെ ഭാര്യ, എന്റെ മക്കള്, സ്വന്തക്കാര്, സഭക്കാര്, ഇവരെയൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്തോ, പോകുന്ന പോയില്ലെങ്കിൽ അവൻ മുന്നിൽ വന്നാലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഈ കഷ്ടങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിരിക്കും? ഞാൻ ചോദിക്കുന്ന, ഇത്രയും പേര് ഇരിക്കുന്നവരിൽ എത്ര പേര് അവനെ തഴഞ്ഞ് മരിക്കാൻ തയ്യാറാകും? അത് ഓർത്തപ്പോ ഞാൻ വെട്ടി വേർത്തുപോയി. ഞാൻ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഞാൻ വളരെ മാനസികമായി തകർന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഏതായാലും കർത്താവിനോട് ചോദിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ആവേശത്തോടെ പ്രസംഗിക്കുന്ന ഒന്നല്ല, വളരെ കൃത്യമായി ടീച്ചിങ്ങിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറയാൻ തുടങ്ങിയത്, ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 28 വരെയുള്ള 31 വരെയുള്ള വാക്കുകൾക്കകത്ത് മിക്കവാറും നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊന്ന് വായിക്കാം. 1, ഞാൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റി. അത് പലപ്പോഴായിട്ട് ചരിത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തും പല യേശുക്കള് ഇന്ന് ഭൂമിയിലുണ്ട്. ഒരുപാട് യേശുക്കളുണ്ട്. അതില് സൈബീരിയയിലുള്ള ഒരു യേശു ജയിലിലാണ്. ഈ അടുത്ത കാലം വരെ പുള്ളി പുറത്ത് നടന്നിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് റഷ്യൻ പോലീസ് പിടിച്ച് പുള്ളി അകത്തിട്ടു. പുള്ളി സൈബീരിയൻ യേശു ഉണ്ട്. അതുപോലെ ഒരുപാട് യേശുക്കളുണ്ട്. പണ്ട് ഒരു ഇടുക്കിയിലൊരു യേശു ഉണ്ടായിരുന്നു. ആ ഇടുക്കിയിലൊരു യേശു ആണെന്ന് പറഞ്ഞപ്പം അയാളുടെ കഷ്ടകാലത്തിന് പെന്തിക്കോസുകാരൻ ഇൻസ്പെക്ടർ അവിടെ ചെന്നത്. അപ്പം പുള്ളിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് പെന്തിക്കോസുകാരൻ ഇൻസ്പെക്ടർ ഇടുക്കിക്കാരൻ യേശുവിനെ നല്ലപോലെ അങ്ങ് തല്ലി കൊടുത്ത്. അപ്പം പുള്ളി പറഞ്ഞതെന്നറിയോ, 2000 വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴും എന്നോട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തതെന്ന്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് യേശുക്കള് ഇന്ന് ലോകത്തുണ്ട്. ചില യേശുക്കൾ പലരെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് യേശുക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. പക്ഷെ ഇതുവരെ വന്ന യേശു ഒന്നും അത്ഭുതങ്ങളുടെ അടയാളങ്ങളും ചെയ്തിട്ടില്ല. എന്നാൽ ഭാവിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രോഗികളെ സൗഖ്യമാക്കുകയും പ്രവചനം പറയുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് യേശു ഇറങ്ങി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുക മാത്രമല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. അപ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാത്രം നടക്കുകയാണെങ്കിൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. ഒരു ലോകമഹായുദ്ധമാകുമെന്ന് പലരും പ്രവചിച്ചെങ്കിലും അതിനൊരു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവസഭയുടെ പ്രാർത്ഥന കൊണ്ടാണ്.
പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നൊരു ന്യൂസ് വായിച്ചു, പാകിസ്ഥാൻ പറഞ്ഞു അവരുടെ ആർമിയോട് റെഡി ആയിട്ടിരിക്കാൻ. എന്തിനാ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് ഭൂകമ്പങ്ങളുണ്ട്. പണ്ട് ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്ന ഒരു കാലമുണ്ട്. എനിക്ക് അന്വേഷിക്കാനിടയായി, യേശു ജീവനുള്ള ദൈവമാണെന്ന് കണ്ടുപിടിക്കാനിടയായി. അന്നോട്ട് ഇന്ന് വരെ 1995 25 വയസ്സ് മുതൽ ഇന്ന് വരെ നിലനിൽക്കാനായിട്ട് ദൈവം സഹായിച്ചു. കഴിഞ്ഞ 31 വർഷമായി ക്രിസ്തുവിൽ നിൽക്കുവാനായിട്ട് കർത്താവിനെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് ഞാൻ കളിയാക്കിയിട്ടുണ്ട്, ഭൂകമ്പമൊക്കെ ഒരു കൂടി വരുന്നെന്ന് പറയുന്നത് ചുമ്മാതാണെന്ന്. പിന്നെ ഞാൻ ഒരിക്കൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ശരിക്കും ഓരോ വർഷവും ഭൂകമ്പത്തിന്റെ തീവ്രതയും അതിന്റെ ഇതും കൂടിയാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്ഷാമമുണ്ട്. സോമാലിയ പോലുള്ള സ്ഥലത്ത് ക്ഷാമമുണ്ട്, സുഡാനിൽ ക്ഷാമമുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ പല സ്ഥലങ്ങളിലും എന്തുണ്ട്? ക്ഷാമമുണ്ട്. UAE പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. ഷിപ്പ് വരാതിരുന്നു കഴിഞ്ഞാൽ ജനക്ഷാമത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത്. അന്നേരം ലുലുവിന്റെ ഓണറാണ് പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഫുഡ് ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞത്. അദ്ദേഹം അതിനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പോൾ ക്ഷാമം, ഹല്ലേലൂയ, ക്ഷാമം അതൊക്കെയും. എന്നാൽ ഇന്നൊന്നും അവസാനമല്ല. ഇതൊക്കെ എന്താണ്? ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് ഇനി അവിടെ തൊട്ടാണ് ഇനി സംഭവം പ്രശ്നമാകാൻ തുടങ്ങുന്നത്. എന്താ പ്രശ്നമാകാൻ തുടങ്ങുന്നത്? അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇവിടെയാണ് ശരിക്കും അവസാനം തുടങ്ങുന്നത്. ഇവിടം തൊട്ടാ ഇത് സംഭവിക്കുന്നില്ലേ? ഇന്ന് ലോകരാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ എത്രയോ സ്റ്റേറ്റുകളിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ടാക്കി എത്രയോ ദൈവദാസന്മാർ എനിക്കറിയാവുന്നവരെ പിടിച്ചകത്തിട്ടു. എത്രയോ ദേവദാസന്മാരെ മെസ്സേജുകൾ വരാറുണ്ട്. ഓരോ ദിവസവും പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അകത്ത് പോകുന്നുണ്ട്. നൈജീരിയയിൽ എത്രയോ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂറോപ്പിൽ പ്രശ്നമില്ലെന്നാണോ? യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പീഡകൾ വരുന്നുണ്ട്. അവിടെ ചെന്നിരിക്കുന്ന പല ജനസമൂഹങ്ങളും അവിടെ ആയിരിക്കുന്ന തദ്ദേശീയരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പള്ളികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തിനാണ് അമേരിക്കയിൽ പോലും ഒരാള് ഒരു പാസ്റ്ററെ കൊന്ന് കുരിശെ കെട്ടി തൂക്കിയ ഇതുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളെ, ഒരു വർഷമൊക്കെ ആയി കാണും. ഒരു അകത്ത് കയറി പ്രായമുള്ള ഒരു പാസ്റ്ററെ കൊന്ന് കെട്ടി തൂക്കുകയാണ്ട് ചെയ്തു. അപ്പം അത്തരത്തിൽ ലോകം മുഴുവൻ ക്രിസ്തീയ രാജ്യം എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിൽ പോലും എന്താ സംഭവിക്കുന്നത്? പീഡനം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രങ്ങളിൽ കൂടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പയക്കും. ഇതൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇത് ശരിക്കും സംഭവിക്കാൻ അതിന്റെ തീവ്രതയിലേക്ക് വരുന്നത് ആന്റിക്രൈസ്റ്റിന്റെ കാലത്താണ്. അത് ഞാൻ പറയാം. അതെങ്ങനെയാണ് അതിലോട്ട് പോകുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഞാനത് വായിച്ചു വിടുകയാണ്. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുക. അപ്പോൾ ഒരു പൈശാചികമായ ഒരു ഉണർവ് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായ? പൈശാചികമായ ഒരു ഉണർവ് എങ്ങനെയാ സംഭവിക്കുന്നത്? സാത്താൻ അവന്റെ ശക്തി അവന്റെ ആളുകളിലേക്ക് പകരാൻ പോകുന്ന ഒരു കാലമാണ്. അവനെ അവിടുന്ന് തള്ളിയിട്ട് കഴിയുമ്പോൾ അവൻ ഈ ഭൂമിയിലായിട്ട് അവന്റെ ശക്തി അവന്റെ കൂടെ നിൽക്കുന്നവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടാവും. ആ കാലം കള്ളപ്രവാചകന്മാരുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് തീർച്ചയായിട്ടും ഒരുപാട് അത്ഭുതങ്ങളും ചെയ്യുവര്. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പൊ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ചോദ്യമോ? എപ്പോൾ അവസാനം വരും എന്ന് ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരമാണ് ഇരുന്നത്. അവസാനം വരുന്നത് ദൈവജനം കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. അതായത് ദൈവജനം ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകും. അങ്ങനെയാണ് യേശു പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത് കേട്ടോ. ഞാനത് തെറ്റ് പറഞ്ഞൊന്നും നിങ്ങൾ എന്നെ കുറിച്ച് പറയില്ല. ഞാനിത് വേദോസ്വതി എന്ന് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ വേദം തുറന്നു വെക്കാൻ ഞാൻ അതാ പറഞ്ഞത്. നമ്മള് പീഡനത്തിൽ കൂടെ കടന്നു പോകും. അങ്ങനെ തന്നെയാണ് യേശു പറഞ്ഞത്. പക്ഷേ അതിന്റെ നടുക്കും ദൈവസഭ തളർന്നു പോകത്തില്ല. കാരണം അതിന്റെ ഉടയവനായ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. സാത്താൻ അന്ത്യക്രിസ്തുവിൽ കൂടെ ആയാലും നേരിട്ടായാലും
നമ്മളോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കപ്പാസിറ്റി അവനില്ല. പീഡനങ്ങൾക്ക് ദൈവസഭയെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അത് 1-ാം നൂറ്റാണ്ടിലും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസരം വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആന്റിക്രിസ്റ്റ് വന്നപ്പോ ആളുകളെല്ലാം പേടിച്ച് വീട്ടിനകത്ത് കയറി ഇങ്ങനെ ഒരുപാട് പേരെ കൊല്ലും. തീർച്ചയായിട്ടും കൊല്ലും, യാതൊരു സംശയമില്ല. ഒരുപാട് പേരെ തടവിലാക്കും. നമ്മൾ ഒരുപാട് കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. കാരണം എന്താ, 666 എടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസരത്തിലും ദൈവജനം പുറകോട്ട് വെച്ച കാൽ മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് എടുക്കത്തില്ല. അന്നൊരു ഉണർവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ ഭരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള ഉണർവ് ഈ ലോകത്തിൽ വ്യാപരിക്കും. നിങ്ങൾക്ക് ആശ്വാസമായില്ലേ? പ്രൈസ് ദി ലോർഡ്. അന്നേരവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തീ ആളിക്കത്തും. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ദൈവസഭ ഇവിടെ ശക്തമാകും. അവസാനം വരണമെങ്കിൽ അവസാനത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെടണം. ജാതികളുടെ എണ്ണം തികയണം. പത്രോസ് പറയുന്ന പോലെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ രക്ഷിക്കാൻ ദൈവം നോക്കിയിരിക്കുക. എല്ലാവരോടും സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ ഇനി സുവിശേഷം പറയാൻ ആരും ഇല്ലാതാവുമ്പോ അന്നേരം ദൈവസഭ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയുന്നു. അടുത്ത 5 വാക്യങ്ങൾ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്ന പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവൻ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. അക്കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഈ 5 വാക്യങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചത് ഈ യെരുശലേം മന്ദിരം പൊളിച്ചു കളയുന്നതിനെ കുറിച്ചാണെന്നാണ്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം അവിടെ വന്നത്, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാര്യം കർത്താവ് എടുത്തു പറഞ്ഞതാണ് എനിക്കിവിടെ വന്നിരിക്കുന്ന പ്രശ്നം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ദാനിയേൽ 9:27, പിന്നെ വായിക്കണ്ട, ദാനിയേൽ 11:31, ദാനിയേൽ 12:11. ഇങ്ങനെ 3 സ്ഥലത്ത് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആന്റിക്രിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ മനസ്സിലാക്കിയാലുള്ള തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ, ഈ 5 വാക്യങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ തെറ്റുപഠിപ്പിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ, കുറഞ്ഞാൽ പ്രശ്നം, കൂടിയാൽ പ്രശ്നം. അപ്പൊ എൻ്റെ ഭാഗത്തു നിന്ന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതമാണല്ലോ എൻ്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഈ 5 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത് ആന്റിക്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടാണ് കാണുന്നത്. എന്നാൽ 3 പ്രാവശ്യം ഈ വിഷയം ഉണ്ടാകുന്നുണ്ട്. ഒന്ന് എന്തോ ആന്റിയോക്യസ് എപ്പിഫാനസോ അങ്ങനെ ഒരാള് BC 167 യെരുശലേം മന്ദിരത്തിൽ ഇതുപോലെ ചെന്ന് അവിടെ പന്നിയെ ബലിയർപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. AD 70 ടൈറ്റസ് സീസർ ഇത് പൊളിച്ചു കളഞ്ഞ സമയത്ത്, അതും ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണല്ലോ, അതവിടെ അകത്ത് കയറി ആ മന്ദിരം നശിപ്പിക്കുകയാണ്. ഭാവിയിൽ ഇതേ കാര്യങ്ങൾ ആന്റിക്രിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൽ ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇത് കൃത്യമാണെന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പ്രാർത്ഥിക്കാനായിട്ട് വിടുകയാണ്. അതായത് യേശു പറയാതെ ഒരു കാര്യവും പറയേണ്ട കാര്യമില്ല, അല്ലേ? എൻ്റെ ഊഹാപോഹങ്ങൾ ദൈവസഭയിൽ പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. എന്നോട് കർത്താവ് പറഞ്ഞാൽ മാത്രം ഞാൻ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, യേശു അവർ ചോദിച്ച ഒരു ചോദ്യം, നിന്റെ വരവിനുള്ള അടയാളം. ലോകാവസാനത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശരിയല്ലേ? കറക്റ്റായിട്ട് കർത്താവ് പറഞ്ഞു. ഇനി അടുത്തത് 21 മുതലുള്ള 31 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ വരവിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം വന്നുണ്ടാകും. എന്തുണ്ടാവും? ഹല്ലേലൂയ.
ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അപ്പം ഹല്ലേലൂയ, വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അപ്പൊ നമ്മളിവിടെ കാണത്തില്ലേ? കാണുമോ ഇല്ലയോ പാസ്റ്ററെ? കർത്താവ് പറഞ്ഞ കാര്യം ഞാനല്ലേ പറഞ്ഞേ, കാണുമല്ലോ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല, പേടിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു ഈ പ്രീ ട്രിബുലേഷനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഭയന്നിട്ടാ. ഈ അന്തിക്രിസ്തുവിനെ നേരിടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ സഭ ഇതൊക്കെ പഠിപ്പിക്കുന്ന. പാസ്റ്റർമാരോടൊക്കെ പറയുമ്പോൾ വേർക്കുക അവരൊക്കെ പേടിച്ച്. കാരണം അതങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ധൈര്യമില്ല, എന്ത് ചെയ്യും എന്നുള്ള. കാരണം എങ്ങനെ വന്നാലും കഷ്ടമാണല്ലോ. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ, അല്ല, ലോകാരം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തോ ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. നമ്മൾ അതിനകത്തൂടെ കയറി പോവാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ദുബായിൽ വന്നത്. ഇവിടെ വന്ന് ജോലി ചെയ്ത് 2 നില വീട് വെച്ച് നല്ല SUV കാറൊക്കെ എടുത്ത് നാട്ടിൽ ചെത്താന്ന് പറഞ്ഞ് വന്ന. പക്ഷെ ഇവിടെ വരാൻ പോകുന്നത് എന്തോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരാൻ പോകുന്നത് എന്തോ? ഇന്ന് വരെ സംഭവിക്കാത്ത മഹാകഷ്ടമാണ് വരാൻ പോകുന്നത്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങൾ മനസ്സിലായോ? ഒരു വഴിയിൽ ദൈവസഭ അതിശക്തമായി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷകൾ വരെ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് അപ്പുറത്ത് സാത്താനും അവന്റെ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. മോശയുടെ കാലത്ത് മോശയും ഫറവോന്റെ മന്ത്രവാദികളും ചെയ്ത പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ലോകം മുഴുവൻ ഉണ്ടാവും. അത് കണ്ട് നിങ്ങൾ കണ്ണു തള്ളി പോകരുത്, അത്ഭുതപ്പെട്ടു പോകരുത്, അവന്റെ കൂടെ ജോയിൻ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം സാത്താന്റെ ശക്തിയാണ് അവിടെ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വ്രതന്മാരെ തെറ്റിപ്പനായ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് ഇതാ അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുവോളം മനുഷ്യപുത്രന്റെ വരവാകും. ശവമുള്ളിടത്ത് കഴിക്കൽ കൂടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭ പഠിപ്പിക്കുന്ന രഹസ്യ വരവുണ്ടെന്നാ. എന്നാൽ കർത്താവ് പറയുന്ന അങ്ങനെ ഒരു വരവില്ല. യേശു വരുമ്പോ പരസ്യമായിട്ട് ആളുകൾ കാണുക വരും. അത് സഭയെ എടുക്കാൻ എപ്പം വന്നാലും അത് നാളുകൾ കാണുക തന്നെ കർത്താവ് വരും. അത് ഞാൻ പഠിപ്പിക്കും. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ മുഴുവൻ വായിച്ചു വിടരുത്, മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതൊക്കെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാത്തത് ഞാൻ പറയും, എനിക്കറിയത്തില്ല. അറിയാവുന്നത് ഞാൻ പറയും, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, അവിടെയുണ്ട് ഇവിടെയുണ്ട്, രഹസ്യമായി വന്നു, അവിടെ ഇരിപ്പുണ്ട്, ആ ഹോട്ടലിൽ വന്ന് യേശു താമസിക്കുന്നു, ഒന്നും കേൾക്കരുത്. ദുബായിലെ 7 സ്റ്റാർ ഹോട്ടലിലെ ഏറ്റവും പോലത്തെ നിലയിൽ ഇപ്പോ കർത്താവ് വന്നിരിക്കുകയാണെന്ന് ഓടി അങ്ങോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് പറഞ്ഞാൽ എന്തോ? ശവം താഴെ കിടപ്പുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്കറിയാം. മുകളിലോട്ട് നോക്കിയാൽ മതി, താഴെ നോക്കണ്ട. മുകളിൽ ഇങ്ങനെ കഴിവന്മാർ കറങ്ങി നടക്കും, പരുന്തുകൾ കഴുകി നടക്കും. പരുന്തുകളെല്ലാം കൂട്ടത്തോടെ കറങ്ങുന്ന കണ്ടാൽ എന്ത് മനസ്സിലായിക്കോണം? താഴെ ശവമുണ്ട്. അപ്പം തെളിവില്ലാതെ വരത്തില്ലെന്ന കർത്താവ് പറഞ്ഞേ. ഹല്ലേലൂയ. തെളിവുണ്ടാകും, നമ്മളത് അറിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞാൽ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞാൽ എന്ത് പറ്റും? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. കോസ്മിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രപഞ്ചത്തിൽ കാണത്തക്ക രീതിയിൽ, ലോകം ഞെട്ടിവരയ്ക്കത്തക്ക രീതിയിൽ ഉള്ള സംഭവങ്ങൾ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. കർത്താവ് സീക്രട്ട് ആയിട്ടല്ല വരുന്നത്. മിന്നൽ വിളങ്ങുന്ന പോലെ ഈ സംഭവങ്ങളെല്ലാം ഭൂമിയുടെ ഒരു വശത്തല്ല, 4 വശത്തും ഇത് കാണുവാനായിട്ടടിയാ. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. ഇതിന് പറയുന്ന പേരെന്തോ? ഈ ദൂതന്മാരെ അയച്ച് തന്റെ ദാസന്മാരെ അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്തോ?
റാപ്ചർ എന്നല്ലേ? അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ എപ്പോഴാ റാപ്ചർ സംഭവിക്കുന്നത്? കഷ്ടം കഴിഞ്ഞിട്ടല്ലേ? ആണോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ റാപ്ചർ സംഭവിക്കുന്നത് യേശു വരുന്നത് സകല ജനവും കാണും. കള്ളനെ പോലെ വരുന്നെങ്കിലും മോട്ടിച്ചോണ്ട് പോവല്ല, 4 പേര് കാണുക വിളിച്ചോണ്ട് പോകും നമ്മളെ. ഹല്ലേലൂയ. കർത്താവ് പേടിച്ച് വന്ന് നമ്മളെ തട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ഗതികേടും കർത്താവിനില്ല. ഹല്ലേലൂയ. യേശു പരസ്യമായിട്ട് പ്രപഞ്ചത്തെ കിടുക്കിക്കൊണ്ട് ഇറങ്ങി വരും. അന്ന് ഇവരൊക്കെ കിടന്ന് കിടുകിടാ വിറയ്ക്കും. അവര് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടം കാണുമ്പോൾ പേടിക്കരുത് പ്രിയപ്പെട്ടവരെ. കഷ്ടം കാണുമ്പോൾ ഭയപ്പെടരുത്. കാരണം ആ കഷ്ടത്തിന്റെ അവസാനം നമ്മുടെ പ്രാണപ്രിയൻ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത പ്രശ്നം, ഇതിനകത്ത് എവിടെ ആന്റി ക്രൈസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ? ഇല്ല. ഇത് സീരീസ് ഓഫ് ഇവന്റ്സ് യേശു പറഞ്ഞതാണ് അല്ലേ? ആദ്യം കള്ള ക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാരും ഉണ്ടാവും. ഈ ജാതിയോട് എതിർക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അതിനുശേഷം പീഡനമുണ്ടാകും, പീഡനങ്ങളുണ്ടാകും. അവരുടെ ഇടയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കരുത്. അതിനുശേഷം ആ കഷ്ടം കഴിയുമ്പോ എന്ത് വരും? പ്രപഞ്ചത്തിലുള്ള എല്ലാവരും കാണുക യേശു ഇറങ്ങി വരും. മൊത്തം പേരെയും വിറപ്പിച്ചുകൊണ്ടായിരിക്കും യേശു അന്ന് വരുന്നത്. എന്തിനാണ്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ഇളകി പോവും, ആകാശത്തിലെ ശക്തികൾ ഇളകി പോവും. അപ്പം കർത്താവിന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. എന്താണ്? മിന്നൽ വീശുന്നത് പോലെ, പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ യേശു ഇറങ്ങി വരും. എന്തിനാ വരുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. തന്റെ വൃതന്മാരെ ചേർക്കുവാനായിട്ട്, തന്റെ വൃതന്മാരെ രക്ഷിക്കുവാനായിട്ട്, പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന തന്റെ ജനത്തെ തന്നോട് കൂടെ ചേർക്കുവാനായിട്ട്, തന്റെ മണവാട്ടി എടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത പ്രശ്നം, ഇത് ആന്റിക്രൈസ്റ്റിന്റെ സമയത്ത് 10 മിനിറ്റ്. ഇനി ആന്റിക്രൈസ്റ്റിന്റെ ആണെന്ന് എങ്ങനെ അറിയാം? ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ ഈ വാക്യം കിടപ്പുണ്ട്, നീ അത് വായിക്കാൻ പറഞ്ഞു. കർത്താവായിരിക്കുമല്ലോ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോവാം. അതിന്റെ 6-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. മുഴുവൻ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾക്ക് ജനറൽ ആയിട്ടൊന്ന് ഞാൻ പറയാം, സമയമില്ല എങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. ഫാസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്ത കുഴപ്പമില്ലല്ലോ. ഒന്നും മിണ്ടുന്നില്ല. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 22 അധ്യായങ്ങളാണ്. 22 അധ്യായങ്ങളിൽ ആദ്യത്തെ 11 അധ്യായങ്ങളെ നമ്മൾ വേറൊരു സെക്ഷനായിട്ട് എടുക്കണം. 12 മുതൽ 22 വരെ മറ്റൊരു സെക്ഷനാണ്. മനസ്സിലായല്ലോ? വളരെ ആഴമായിട്ട് ഉള്ള വെളിപ്പാടിലേ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ 1-ാം അധ്യായം നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നതാണ് 1-ാമത്തെ അധ്യായം, അതിൻ്റെ ശ്രേഷ്ഠതയും കാര്യങ്ങളും. 2-3 അധ്യായങ്ങളിൽ കർത്താവ് അന്ന് ടർക്കിയിലുണ്ടായിരുന്ന തൻ്റെ 7 സഭകളോട് സംസാരിക്കുന്നതാണ്. അത് അന്നത്തെ പോലെ തന്നെ ഇന്നത്തെ സഭകൾക്കും ആപ്ലിക്കബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്നുണ്ടായിരുന്ന ആക്ച്വലി ഉണ്ടായിരുന്ന സഭകളോട് സംസാരിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിൽ പിതാവായ ദൈവത്തിന്റെ ആ മഹത്വമാണ് കാണുന്നത്. എന്നാൽ 5-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവിന്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. 6-ാമത്തെ അധ്യായം മുതൽ എന്താ സംഭവിക്കുന്നത്? കഷ്ടകാലം തുടങ്ങുകയാണ്. അപ്പൊ 5-ാമത്തെ അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നത് 7 മുദ്രയിട്ട പുസ്തകം പൊട്ടിക്കുവാൻ യോഗ്യനായവൻ കുഞ്ഞാട് മാത്രമാണ് എന്ന് വന്നപ്പോൾ യേശു മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായി. പിന്നെ വരുന്ന 7 മുദ്ര പൊട്ടിക്കും. ഇത് 6-ഉം 7-ഉം 8-ഉം അധ്യായത്തിൽ ഈ 7 മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങളാണ് വരുന്നത്. 7 മുദ്രയ്ക്കകത്ത് 7 കാഹളങ്ങളാണ്. മനസ്സിലായല്ലോ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ അവസാന സമയങ്ങളിൽ 11-ാം അധ്യായത്തിൽ രണ്ട് പ്രവാചകന്മാർ ഇറങ്ങി വന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അവസാനം അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്.
അങ്ങനെയാണ് തീരുന്നത്. അപ്പം അതായത് 6-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. ഒരു വെള്ളക്കുതിരയെ കാണാം. അതിന്മേൽ ഇരിക്കുന്നവന് കയ്യിൽ വില്ലുണ്ട്. അവനൊരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. വളരെ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതാണ് ആന്റിക്രൈസ്റ്റ് എന്നാണ്. എനിക്ക് വെളിപ്പാട് കിട്ടിയില്ല, കർത്താവ് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് ഇത് ആന്റിക്രൈസ്റ്റ് എതിർ ക്രിസ്തു ആണെന്നാണ്. സാധ്യതയുണ്ട്. ഞാൻ എന്നോട് ഏകദേശമൊക്കെ അത് അങ്ങനെ ആകാനാണ് സാധ്യത. അതിന്റെ ലക്ഷണം വെച്ചും ഒക്കെ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പം ഇവൻ അധികാരം ലഭിക്കുക. ആർക്ക്? എതിർ ക്രിസ്തുവിന്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് പിന്നെ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര, അതിന് സമാധാനം എടുത്തു കളയുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര, ക്ഷാമം വരുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ പാതാളം പിന്തുടർന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഭൂമിയുടെ കാലംശത്തിന്മേൽ കൊന്നുകളയാനുള്ള അധികാരം ലഭിക്കുന്നു. അപ്പോൾ ആ 4 കുതിര വരുമ്പോഴത്തേക്ക് 4 മുദ്ര പൊട്ടിക്കുമ്പോൾ 4 ടൈപ്പിലുള്ള കഷ്ടപ്പാടാണ്. എന്നാൽ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ കാണുന്നത് യാഗപീഠത്തിന്റെ അടിയിൽ കിടക്കുന്ന കൊല്ലപ്പെട്ടവരാണ്. അവർ കിടന്ന് കരയുകയാണ്, കർത്താവ് നീ എപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവർക്ക് പ്രതികാരം ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് പലരും പറയുന്നത് ക്രിസ്ത്യാനിയാകാൻ വഴിയില്ലെന്നൊക്കെയാണ്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പം കർത്താവ് പറഞ്ഞു കുറച്ച് അതിനെക്കുറിച്ച് പറയുന്നത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹൃദയന്മാരും സഹോദരന്മാരും വന്നു തയ്യോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരം എവിടെ കിട്ടിയത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇതിന് ഉത്തരം എവിടെ കിട്ടിയത്? ഈ 5-ാമത്തെ ഇതിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പകരം ചെയ്യണം. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങളെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന ആളുകൾ വന്നു ചേരുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയാം. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നിങ്ങളത് വായിക്കേ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അതായത് 6-12. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുകാറ്റും കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചിരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തിൽ നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു എന്ന് ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതേ വാക്യോ മത്തായി 24 യേശു പറഞ്ഞില്ലേ? കാരണം നിങ്ങൾ, എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഇനി 5 മിനിറ്റേ ഉള്ളൂ. ആ യേശു പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആണല്ലോ. മത്തായി 24 യേശു എന്ത് പറഞ്ഞോ തന്റെ വരവിനെ കുറിച്ച്, അതേ കാര്യം എഴുതിയിരിക്കുന്നത് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ റാപ്ചറിന്റെ കാര്യം എഴുതിയിട്ടില്ല. മത്തായി 24:31 റാപ്ചർ എഴുതിയിട്ടുണ്ട് അന്ന്, അല്ലേ? എന്നാൽ ഇവിടെ അത് എഴുതിയിട്ടില്ല. എന്നാൽ 7-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോ 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ 1,44,000 പേരെ ഇസ്രായേലിൽ നിന്നും എടുക്കുന്ന കാണാം. ഇനി അടുത്ത 9-ാമത്തെ വാക്യം വായിച്ചേ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയ്ക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോളയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടപ്പാട് കഴിഞ്ഞു. 6-ാമത്തെ അധ്യായം അതിന്റെ 17-ാം വാക്യം, അതിന്റെ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യേശു കർത്താവ് വന്നപ്പോ 24-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്റെ ജനത്തെ കർത്താവ് വേർതിരിച്ചു കൊണ്ടുവന്ന് 7-ാം അധ്യായത്തിൽ ഇവിടെ ദൈവസന്നിധി നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനെന്താ പറയുന്നത്? പ്രീ ട്രിബുലേഷൻ എന്നാണോ? ആണോ? പ്രീ ട്രിബുലേഷൻ അല്ല ഇത്, തീർച്ചയായിട്ടും അല്ലേ? എന്നാൽ മിഡ് ട്രിബുലേഷനും അല്ല ഇത്. പ്രൈസ് ദി ലോർഡ്.
കാരണം നമ്മൾ വിട്ടുവരെ പോകുന്നില്ല. ഇവിടെ ഇത് കഴിഞ്ഞെങ്കിലും 7-ാം മുദ്ര പൊട്ടിച്ചിട്ടില്ല, 6 മുദ്ര പൊട്ടിച്ചിട്ടുള്ളൂ. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞ് 7-ാമത്തെ മുദ്രയ്ക്കുള്ളിൽ 7 കാഹളങ്ങളുണ്ട്. അത് മഹാകഷ്ടമാണ്, ഭയങ്കരമായ കഷ്ടപ്പാടാണ് വരുന്നത്. അതിനു മുമ്പ് ദൈവജനത്തെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സമാധാനമായി കാണാം അല്ലേ? ഇനി നിങ്ങൾക്ക് ഇപ്പോഴും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യം അന്തിക്രിസ്തുവിന്റെ കാര്യമാണ്. ഇവൻ ഇതിനൊക്കെ എവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരണം. അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കർത്താവിന്റെ കൂടെ സ്തോത്രം. അവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഇവർ മഹാകഷ്ടത്തിൽ. 14-ാം വാക്യം, യജമാനെ ഇവർ ആര്? വെള്ളം നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയും ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. എന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. ഒരു വലിയൊരു നല്ല കാലം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മഹാകഷ്ടത്തിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു മഹാകഷ്ടം നമ്മുടെ മുന്നിലുണ്ട്. ആ കഷ്ടം കഴിയുമ്പോൾ ഒരു മഹാഭാഗ്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് 7-ാം മുദ്ര പൊട്ടിക്കുന്നു. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 7-ാം മുദ്ര പൊട്ടിക്കുന്നു. അതിനകത്ത് 7 കാഹളമുള്ള ദൂതന്മാർ വരുന്നു. 1-ാമത്തവൻ ഊതി, 2-ാമത്തവൻ ഊതി, 3-ാമത്തവൻ ഊതി, 4-ാമത്തവൻ ഊതി. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതിഭയങ്കരമായ കഷ്ടപ്പാടുകളാണ്. 13-ാം വാക്യത്തിൽ പറയുന്നു, ഇനി ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഏതുവായി? ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. പിന്നെ അങ്ങോട്ട് മഹാകഷ്ടങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് 5-ാമത്തവൻ ഊതി, 6-ാമത്തവൻ ഊതി, സ്തോത്രം. പിന്നെ 7-ാമത്തവൻ ഊതുമ്പോൾ, പിന്നെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ യോഹന്നാൻ ആ പുസ്തകം കഴിക്കുന്നു. 11-ാം അധ്യായത്തിൽ 2 പ്രവാചകന്മാര് ഭൂമിയിൽ വരുന്നു. ഹല്ലേലൂയ. അവർ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് 3.5 വർഷം അവര് ഇവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് എങ്ങനെ വന്നാലും, നമ്മൾ പോയി കഴിഞ്ഞിട്ടാണല്ലോ ഇവര് വരുന്നത്. ഹല്ലേലൂയ. പക്ഷെ അന്നേരവും കാണും ആളുകൾ കേട്ടോ. ആ ഗ്രൂപ്പ് പോയാലും മറ്റൊരു ഗ്രൂപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൊണ്ട് അവിടെ തീരുന്നു എന്നൊന്നും നമുക്ക് ഉദ്ദേശിക്കണ്ട. ഞാൻ അത്രയും ആഴമായിട്ട് പഠിച്ചിട്ടുമില്ല. ഓക്കെ. അപ്പോൾ 42 വിശുദ്ധ നഗരത്തെ 42 മാസം ജാതികൾ ചവിട്ടും. അപ്പോൾ 2 സാക്ഷികൾ 1260 ദിവസം പ്രവചിക്കും. അത് 3.5 വർഷമാണ്. ഇത് രണ്ടും 42 മാസവും 1260 ദിവസം എന്താണ്? 3.5 വർഷമാണ്. അപ്പോൾ അടുത്ത 3.5 വർഷം ഇവിടെ വലിയ സംഭവങ്ങൾ ഉണ്ടാകും. അതിനുശേഷം 7-ാമത്തെ ദൂതൻ ഊതുമ്പോൾ 15-ാം വാക്യം 11-15 പറയുന്നു, ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്താർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും. ഹല്ലേലൂയ. അപ്പൊ അതോടുകൂടി കാലം തീരുകയാണ്, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഫുള്ള് എല്ലാ കാര്യങ്ങളും ഈ 11-ാം അധ്യായം വരെ പറഞ്ഞിട്ടില്ല. കുറെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 12-ാം അധ്യായം തൊട്ടാണ് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നത്, ആന്റിക്രൈസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ 12-ാം അധ്യായം ഞാൻ തൊടുന്നില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ 13-ാം അധ്യായത്തിലാണ് ഈ അന്തിക്രിസ്തുവിന്റെ കാര്യം വരുന്നത്. അപ്പൊ അന്തിക്രിസ്തു എപ്പോഴാ? ആന്റിക്രൈസ്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഇവൻ, അതായത് ഈ 7-ാം അധ്യായത്തിൽ 144,000 പേര്. ദയവ് ഇത് ബൈബിൾ എടുത്ത് അതിന്റെ 14-ാം അധ്യായം 144,000 പേര് കർത്താവ്. നമ്മുടെ വിഷയം യേശുവിന്റെ വരവാണ്. നമുക്ക് ഈ ആന്റിക്രൈസ്റ്റ് ഒന്നും നമ്മുടെ വിഷയമല്ല. ചിലർ പറയും നിങ്ങൾ അന്തിക്രിസ്തുവിനെ നോക്കിയായിരിക്കും. ഞാൻ അന്തിക്രിസ്തുവിനെ നോക്കിയിരിക്കുന്നത്, എനിക്ക് അവന്റെ മുഖം പോലും കാണുന്നത് ഇഷ്ടമല്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടുപോയ പെട്ടു. അതൊരു 50 വർഷം നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയാൽ. ഇനിയിപ്പോൾ മൺമറഞ്ഞു പോയവരൊക്കെ
പിന്നെ ആകപ്പാടെ ചെയ്യാതെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കായിരിക്കും, തട്ടിപ്പോണേ പൊട്ടുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ വഴികളൊന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ജനിച്ചു പോയത് ദൈവം നമ്മളെ ആക്കിയോണ്ടാണല്ലോ. അപ്പൊ പേടിച്ചോടിയിട്ട് കാര്യമില്ല. പൊരുതി നിന്ന് മഹാകഷ്ടത്തിൽ കൂടെ കയറി ചെന്ന് അവനെ തോപ്പിച്ച് നിത്യതയിൽ യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഇനിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏതായാലും പെട്ടു. ഇനിയിപ്പം രണ്ടിലൊന്നാ. ഏതായാലും ഞാനൊരു പട്ടാളക്കാരനായിട്ട് ജീവിച്ചാണ്. അന്ന് യുദ്ധത്തിലൊന്നും ഞാൻ മരിച്ചില്ല. ഇനിയും മരിക്കണേ മരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കും ആ മനസ്സുണ്ടെങ്കിലേ ഇതിനകത്തൂടെ കയറി നിങ്ങൾ അക്കരെ പോവുള്ളൂ. രണ്ടിലൊന്ന് തീരുമാനിക്കാത്ത ആരും അക്കരെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പേടിച്ചു പോയാൽ നിങ്ങൾ അക്കരെ പോകത്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിക്കുന്നറിയോ? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരും മൃഗത്തെ വണങ്ങും, ബാക്കി ആരും വണങ്ങത്തില്ല. നിങ്ങളുടെ പേര് ഉണ്ടോ? നിങ്ങളുടെ പേരുണ്ടോ? നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ വണങ്ങത്തില്ല. നിങ്ങൾക്ക് മരിക്കേണ്ട വന്നാലും വണങ്ങത്തില്ല. പിടിച്ച് കഴുത്ത് കണ്ടിച്ചാലും വണങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ 7-ാം അധ്യായത്തിൽ 144,000 പേരുള്ളവരെ നമുക്ക് 14-ാം അധ്യായത്തിൽ കാണാം. കണ്ടോ? അതുപോലെ 7-ാം അധ്യായത്തിൽ വലിയൊരു ജനം ഉണ്ടല്ലോ. 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഓക്കെ, മതി, സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി പോവാ. അതായത് ഈ ജനത്തെ കണ്ടോ? 15-ാം അധ്യായത്തിൽ 7-ാം അധ്യായം പകുതി കണ്ട ജനമാണ് ഈ 15-ാം അധ്യായം. ഇത് ഏകദേശം തുല്യമായിട്ട് കിടക്കുക. ഈ 7 കാഹളങ്ങള് ആണ് ഏകദേശം. അത് തന്നെയാണ് ഈ 7 ക്രോധകലശങ്ങൾ വരുന്നത്. ഈ 12 തൊട്ടുള്ളതിനകത്ത് 7 ക്രോധകലശങ്ങളുണ്ട്. 7 ക്രോധകലശങ്ങൾ നമ്മൾ നോക്കിയാൽ ഏകദേശം ആ 7 കാഹളനാദം തന്നെയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇതിനകത്ത് ഈ ജനം, അവരെ കുറിച്ച് പറയുന്നത് അവരുടെ തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനെതിരെ നിൽക്കുന്നു ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 14-ഉം 15-ഉം അധ്യായത്തിന് മുമ്പാണ്, ഈ 13-ാം അധ്യായത്തിലാണ് ഇവന്റെ കാര്യമെല്ലാം വരുന്നത്. ആരുടെ? അന്തിക്രിസ്തുവിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. നിങ്ങളത് പിന്നെ വായിച്ചാൽ മതി, എനിക്ക് സമയമില്ല ഒന്നും പറയാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അന്തിക്രിസ്തു ഇവിടെ ഉണ്ട്. എന്നാൽ അവൻ അവിടെ ഇരിക്കുമ്പം തന്നെ നമ്മൾ അവനെ തോൽപ്പിക്കും, നമ്മൾ പോകും. പ്രൈസ് ദി ലോർഡ്. പോകുമ്പോ ശല്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇവരെ വെട്ടി താഴെ ഇടും. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഭൂമിയിൽ വരും. അപ്പം പിന്നെ ഇടയ്ക്ക് നിന്ന് ശല്യം ഉണ്ടാക്കത്തില്ല. പോയ വഴിക്ക് തിരിച്ചുകൊണ്ട് വരാൻ പണ്ട് ഫറവോ ഇസ്രായേലിനെ പിടിക്കാനായിട്ട് ഇടയ്ക്ക് ചെന്ന പോലെ അവന് വരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവനെ അടിച്ച് താഴെ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് പോകും. 6-ാമത്തെ അധ്യായത്തിൽ അല്ലെ, 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോ ദൈവജനം ഇവിടെ കാണത്തില്ല. അതുവരെ നമ്മളിവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. ഇതിനെ വേണമെങ്കിൽ പ്രെയർ ആത്തെന്നൊക്കെ പറയാം. മെട്രോവിലേഷൻ അതിന് മുമ്പ് നമ്മൾ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയിപ്പോ എന്തൊരു സംശയമുണ്ട്? 2 തെസ്സലോനിക്കർ അതോടെ വായിച്ച് ഞാൻ നിർത്തുക, കാരണം സമയം കഴിഞ്ഞല്ലോ. ഈ കർത്താവിന്റെ ദാസൻ ഇനി അല്ലെങ്കിൽ ഒരിക്കലും ഇനി എനിക്ക് അവസരം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ 2 തെസ്സലോനിക്കർ അതിന്റെ അതോടെ വായിച്ച് ഞാനങ്ങ് നിർത്തുകയാണ്. അതിന്റെ 2 മുതൽ ഒന്ന് വായിക്കാം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ഒരു മിനിറ്റ്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകരുത്. ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. അടുത്ത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായിരുന്നവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്നടിച്ച് ദൈവമെന്ന പൂജവിഷയം എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന
എതിരാളി അത്രേ. നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലേ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കുന്നതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ ശരി മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്ന വഴി നീങ്ങി പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രവാഹത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടില്ലേ? പൗലോസ് എന്താ പറഞ്ഞ്? ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം, നാശയോഗിയും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവിന്റെ വരവും അവന്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും. പ്രൈസ് ദി ലോർഡ്. ഇനിയും പല കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ദൈവസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ദൈവസഭയെ കുറിച്ച് കർത്താവിന്റെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ നോഹയുടെയും ലോത്തിന്റെയും ഒക്കെ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട് കർത്താവ്, അല്ലേ? അപ്പോൾ അത് പറയുന്നതുകൊണ്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വതം കുമാര അതിനു മുമ്പ് ദൈവജനത്തെ അവിടെ നിന്ന് മാറ്റി. അതുകൊണ്ട് ദൈവജനത്തെ കയറ്റി വിടുകയില്ല എന്നുള്ള കാരണമൊക്കെയാണ് പറയുന്നത്. എന്നാൽ ബൈബിൾ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, റാപ്ചറി വരുമ്പം പോലും മൊത്തം ലോകത്തെ വെറുപ്പിച്ചുകൊണ്ടായിരുന്നത്. പക്ഷേ 6-ാം മുദ്രയിൽ കർത്താവ് ലോകം മുഴുവൻ വെറുപ്പിച്ചിട്ട് ഇവിടെ വന്ന് താഴെ വന്ന് യെരുശലേമിൽ വന്ന് യുദ്ധം ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കിടക്കുക. അതിന്റെ അർത്ഥം ഇറങ്ങി വരുന്നില്ല എന്നുള്ളതല്ലേ, നമ്മൾ എടുക്കുക എന്നുള്ളതല്ലേ. പക്ഷെ അത് പരസ്യമായിട്ടാണ് എടുക്കുന്നത്. സാത്താനെ വെല്ലുവിളിച്ചോണ്ട് എടുക്കുന്നത്, ആന്റി ക്രൈസ്റ്റിനെ വെല്ലുവിളിച്ചോണ്ട് എടുക്കുന്നത്. എടാ, എന്റെ ആളുകളെ എടുക്കുക, ധൈര്യം തടയടാ എന്ന് പറഞ്ഞോണ്ടല്ലേ എടുക്കുന്നത്. അവനും അവന്റെ ആളുകളും കിടുകിട വിറച്ചായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. മർക്കോസിന്റെ നിങ്ങൾ വായിക്കണം. മത്തായി 24, മർക്കോസ് 13-ാം അധ്യായം, ലൂക്കോസ് 21-ാം അധ്യായം. ഇതെല്ലാം അതിന്റെ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതെന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം. ഇതിന്റെ കാരണം, നാളെ നിങ്ങൾ ആന്റി ക്രൈസ്റ്റിനെ കാണുമ്പോൾ, ലോകം മുഴുവൻ ഒരു ദുഷ്ടൻ ഭരിക്കുന്ന കാണുമ്പോൾ, നിങ്ങളോട് മുദ്രയേൽക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിച്ചു പോകരുത്. നിങ്ങൾ പറയും, അയ്യോ സഭ പോയി, ഞങ്ങൾ ഇവിടെ കൈവിടപ്പെട്ടു, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനിയിപ്പോൾ അവനെ അങ്ങ് നമസ്കരിച്ചേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അന്നിവിടെ ഉള്ള നാമധേയ സഭകളൊക്കെ എഴുന്നേറ്റ് എന്ന് പറയും, ഓ അവനും ഇത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ യേശു ക്രിസ്തു എന്നൊക്കെ അവർ പറയും. പോപ്പ് ഉൾപ്പെടെ പലതും പറഞ്ഞു തന്നിരിക്കും. നിങ്ങൾ അതൊന്നും കേട്ട് കറങ്ങി പോകരുത്. കാലങ്ങൾ കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഉറപ്പായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തെ നിങ്ങൾ വിശ്വസ്തയോടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വരുവാനുള്ള എല്ലാ സംഭവങ്ങളിലും നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളെ തയ്യാറാക്കാം. അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു എന്ന് 10 മിനിറ്റ് സമയം കൂടുതലെടുത്തു. കർത്താവിന്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. താങ്ക് യു. Praise the Lord. Hallelujah. Amen. ഈ കാലഘട്ടങ്ങളിൽ ഒറ്റ ചർച്ചിലും കേൾക്കാത്തൊരു മെസ്സേജ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ സഭ